നമസ്കാരം. നേതാക്കൾ പറയുന്നത് കേട്ട് ചാടിപ്പുറപ്പെട്ട് ജീവിതം തുലയ്ക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ എക്കാലത്തുമുണ്ട്. നമ്മുടെ കേരളത്തിൽ കുറച്ച് കൂടുതലുണ്ട് ഇപ്പോൾ. അവരുടെ അത്തരത്തിലുള്ള പെരുമാറ്റം, ജനങ്ങളുടെ ഇടയിലുള്ള പെരുമാറ്റം, ജനങ്ങളുടെ സ്വത്ത് വകകൾ നശിപ്പിക്കുന്ന രീതി, നോക്കുകൂലി മുതൽ ഇങ്ങോട്ട് ഒരു സാധാരണക്കാരന് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഇവരെ പേടിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ യൂണിയൻ ആയാലും മറ്റേതായാലും എത്ര കച്ചവടമാണ് പൂട്ടിപ്പോയത്, എത്രത്തോളം പ്രതിസന്ധിയാണ് അവർ സൃഷ്ടിച്ചു വെച്ചത്, എത്ര വ്യവസായമാണ് ഇവിടെ നിന്ന് പൂട്ടിപ്പോയത്. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് നേതാക്കളാണ്. ഇതിനൊക്കെ ഇറങ്ങി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ സഖാക്കൾ, അതായത് അടിമക്കൂട്ടങ്ങളാണ്. പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒക്കെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത് CMR-ന്റെ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. CMR-ലുമായി ബന്ധമുള്ളത് കൊണ്ട് പിണറായി വിജയന്റെയും റിയാസിന്റെയും മറ്റ് ഏതൊക്കെയോ 10-12 വീടുകളിൽ റെയ്ഡ് നടത്തി. ഇത്രേ ഉള്ളൂ. അതിന് ഇത്ര കോലാഹലം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മടിയിൽ കനമില്ല എന്ന് പറയുമ്പോൾ മടിയിൽ കനം ഉണ്ടാവില്ല എന്ന് തന്നെയല്ലേ ജനം വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മിണ്ടാതിരുന്നെങ്കിൽ ED തപ്പി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല, ഇറങ്ങിയ പോകുമല്ലോ. എന്നാൽ ആ സ്ഥാനത്ത് ഒരു വലിയ അക്രമം ഉണ്ടാക്കി, അതിക്രമം ഉണ്ടാക്കി കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചെന്ന് ജനങ്ങൾ പുറത്താക്കിയതാണ്. ആ പുറത്താക്കിയതിൽ നിന്ന് കുറച്ചുപേരെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കലഹം ഉണ്ടാക്കി, ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയൊരു അതിക്രമം ഉണ്ടാക്കിയാൽ കേരളത്തിലെ മുഴുവൻ DYFI കൂട്ടങ്ങളെ, രക്ഷാപ്രവർത്തകർ ഉടനങ്ങോട്ട് എഴുന്നേക്കും. കാരണം അവർക്ക് തല്ലുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, അല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ലെന്നൊരു അവസ്ഥയാണ്. അതുപോലെ ഒരു ഉണർവിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ ED റെയ്ഡ് കടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്തുള്ള തല്ല്. ED ഉദ്യോഗസ്ഥരെ പിടിച്ച് തല്ലി, ഡ്രൈവറെ കണ്ണടിച്ച് പൊട്ടിച്ച് ആ വണ്ടികൾ 3 എണ്ണം അടിച്ച് പപ്പടായി കളഞ്ഞു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് എന്തോ ഒരു വീര കാര്യം ചെയ്തതുപോലുള്ള ഒരു പരിവേഷമായിരുന്നു മുഖത്ത്. എന്നാൽ ആ പരിവേഷമൊക്കെ മങ്ങിയ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അറസ്റ്റ് ചെയ്ത 5 പേര്, അതായത് നമ്മുടെ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടു കൊടുത്തിട്ടുള്ള 5 പേരുണ്ടല്ലോ, അവരെയാണ് ആദ്യം കസ്റ്റഡി എടുത്തത്. സ്വാഭാവികമായിട്ടും അവരെ കസ്റ്റഡി ആദ്യം രേഖപ്പെടുത്തുന്നത് അവരെ തന്നെയാണ്. ആ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വിശദമായിട്ട് ഇന്നലെ വാദം കേട്ടിരുന്നു. അതിനുശേഷം തള്ളിയ വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രതികളുടെ വാദം എന്ന് പറയുന്നത് ഡ്യൂട്ടിയിൽ ആയിരുന്നില്ല ED എന്നാണ്. ED ഡ്യൂട്ടിയിലല്ല, അതുകൊണ്ട് ഡ്യൂട്ടിയിലുള്ളവരെ തല്ലി എന്നുള്ള വാദം നിലനിൽക്കില്ല. അത് മാത്രമല്ല, ആ വാഹനം സ്വകാര്യ വാഹനമായിരുന്നു, ടാക്സി വാഹനമായിരുന്നു, അത് ഔദ്യോഗിക വാഹനമായിരുന്നില്ല എന്നൊക്കെ അവർ വാദിച്ചിരുന്നു ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ വാദത്തെ ഒക്കെ ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂട്ടറുടെ വാദം അംഗീകരിക്കുകയായിരുന്നു കോടതി. കാരണം റെയ്ഡ് കഴിഞ്ഞ് ഓഫീസിൽ തിരിച്ചെത്തുന്നത് വരെ ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലാണ്, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തന്നെയാണ് ഏർപ്പെട്ടതെന്നും വാടകയ്ക്കെടുത്ത വാഹനമാണെങ്കിൽ കൂടി ആ വാഹനത്തിൽ അവർ ആ ഡ്യൂട്ടി സമയത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വാഹനമായതുകൊണ്ട് തന്നെ അത് ഔദ്യോഗിക വാഹനമായി തന്നെ കണക്കാക്കണമെന്നുള്ള പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങൾ കോടതി പൂർണ്ണമായും പുള്ളി മാറ്റമില്ലാതെ അംഗീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കേന്ദ്ര ഏജൻസിക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള അതീവ ഗൗരവതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ പാർട്ടി അല്ലെങ്കിൽ നേതാക്കൾ തങ്ങളെ രക്ഷിക്കും എന്ന ഒരു ധാരണയിൽ, ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി വന്ന ധാരണയിൽ പോയിട്ടുള്ള പ്രതികൾക്ക് ഉടനടിയൊന്നും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ആക്രമണത്തിൽ 3 വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ആദ്യ പരിശോധനയിൽ, അത് പെട്ടെന്നുള്ളൊരു പരിശോധനയിൽ ഏകദേശം 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും യഥാർത്ഥ നഷ്ടം ഇതിലും എത്രയോ കൂടാനാണ് സാധ്യത. ഈ ഒരു വൻ തുക കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ പ്രതികളുടെ ജാമ്യം പരിഗണിക്കാൻ പോലും ഏതൊരു കോടതിയും തയ്യാറാവൂ എന്നുള്ളതാണ് വസ്തുത. കൂടാതെ പ്രതികൾ CPM-ന്റെ സജീവ പ്രവർത്തകരായതിനാൽ ഇവരെ ജാമ്യത്തിൽ വിട്ടാൽ സാക്ഷികളെ സ്വാധീനിക്കാനും രാഷ്ട്രീയ സംരക്ഷണം തേടി ഒളിവിൽ പോകാനും സാധ്യത ഉണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലും ഇവരുടെ ജാമ്യത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. കണ്ടാലറിയാവുന്ന ഏകദേശം 300ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 300ഓളം പേര്. അതിൽ 25-ലധികം പേര് മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ 5 പേരുടെ ജാമ്യമാണ് തള്ളിയിട്ടുള്ളത്. വീഡിയോ ദൃശ്യങ്ങളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്, ഫോറൻസിക് പരിശോധനകളുണ്ട്. ഇതൊക്കെ നടത്തിയിട്ട് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത 100-ലധികം പ്രവർത്തകരെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പലരും ഒളിവിൽ പോയിരിക്കുകയാണ്. വളരെ ആവേശത്തോടെ അങ്ങ് ചാടി പുറപ്പെട്ടതാണ്. നേതാക്കൾ അടിച്ച് പൊളിക്കട എന്ന് പറഞ്ഞപ്പോൾ ചാടിത്തുള്ളി പൊളിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഈ അണികൾ, അന്തംഗമ്മികൾ, അവർ എല്ലാവരും ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. എന്താണ് ഈ ഒളിവിൽ പോയെന്ന് അറിയാൻ വയ്യ. പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആവേശം മൂത്ത് ഇറങ്ങി വന്ന് ഞാനടാ എന്ന് പറയണ്ടേ. ഇവിടെ ഒരാളെ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോയപ്പോൾ അതിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയതല്ല, ഞാൻ പിടികൊടുത്തതാണ് എന്ന് പറഞ്ഞതാണല്ലോ. അതുപോലെ വന്ന് പിടികൊടുത്തിട്ട് ഞാനടാ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം നിൽക്കുകയാണ് വേണ്ടത്. കാര്യം ആൺകുട്ടികളാണല്ലോ CPM-ലുള്ളത്. ഭരണസ്വാധീനമുണ്ടെങ്കിൽ പോലും ഇത്തരം വലിയൊരു കേസിൽ നിന്ന് പ്രതികളെ അത്ര എളുപ്പം രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് CPM-ന്റെ നേതാക്കൾക്കറിയാം.
അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ED ആക്രമിക്കാൻ വേണ്ടി അണികളെ ഇറക്കി വിട്ടിട്ടുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേരളം മുഴുവൻ ഒരു ഓളം ഉണ്ടാക്കണം. ആ ഓളത്തിൽ പാർട്ടിയെ പിടിച്ചു കയറ്റാൻ പറ്റുമെന്ന് നോക്കണം. ഇവിടെ സംസ്ഥാന സെക്രട്ടറി, ജില്ലയിലെ പ്രധാന നേതാക്കൾ, മുൻ മന്ത്രിമാരടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഉത്തരവാദിത്വം ഉള്ളവരാ. അവരുടെ കൺമുന്നിലാണ് ഇത്തരത്തിലുള്ള സമരം, ഈ അക്രമം നടന്നത് എന്നതിനാൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവർ മിക്കവാറും അകത്താവും. കാരണം ഇവരുടെ മൊഴി എങ്ങനെ കൊടുക്കുന്നതെന്നനുസരിച്ചിരിക്കും നിലവിൽ പിടിച്ചവരുടെ ആ മൊഴി ഒരുപക്ഷെ തങ്ങൾക്ക് എതിരാകുമെന്ന് ഭയന്നിട്ടാണ് AA റഹീം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പോലീസുകാരെ കാണാൻ വേണ്ടിയിട്ട് പാഞ്ഞത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഏതായാലും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ പിടികൂടിയ ശേഷം അക്രമത്തിനായിട്ടുള്ള ആഹ്വാനത്തെക്കുറിച്ചും അതിന് പിന്നാലെ ഗൂഢാലോചനയെക്കുറിച്ചുമൊക്കെ പോലീസ് വിശദമായിട്ട് അന്വേഷിക്കും. ഇതിനായിട്ട് നേതാക്കളുടെ ഫോൺ കോളുകളും സന്ദേശങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കുന്നുണ്ട്. പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ കൂടി കേസിൽ കുടുങ്ങാനും പ്രതിക്കൂട്ടിലാകാനുമുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ അകത്തായവർക്ക് പോയി, അകത്തായവരുടെ പെണ്ണുങ്ങൾക്ക് പോയി, അവരുടെ കുട്ടികൾ പോയി, ചുരുക്കം പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി ചാടിയതിന് വേണ്ടിയിട്ട് നടുവൊടിഞ്ഞ് നട്ടല് ഒടിഞ്ഞ് ഇനിയുള്ള കാലം, ഏറെക്കാലം ഒരു 2-3 കൊല്ലെങ്കിലും അവിടെ കിടക്കാനാണ് സാധ്യത എന്നാണ് നിലവിലുള്ള സാഹചര്യത്തിൽ മനസ്സിലാകുന്നത്. കാരണം ED കേന്ദ്ര ഏജൻസിയെ മർദ്ദിച്ച കേസ്, അവരെ കൊല്ലാൻ ശ്രമിച്ച കേസ്, പൊതുമുതൽ നശിപ്പിച്ച കേസ്, അങ്ങനെ വകുപ്പുകൾ കുറയാണ്. ഇതെല്ലാം കൂടി ഒന്ന് പരിഹരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില്ലറ കളിയൊന്നും കളിച്ചാൽ പോരാ. ഇനി ഈ പറയുന്ന അടിമക്കൂട്ടങ്ങൾ ഇറങ്ങിക്കളിക്കുന്നത് ഒരല്പം ആലോചിച്ചു വേണം. കാരണം ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞോണമെന്നില്ല. കാരണം അവരും ഒരുപക്ഷെ അകത്താകും. അവരകത്താകാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതിനുവേണ്ടിയല്ലല്ലോ അവർ ഈ കളി കളിക്കുന്നത്. അവർക്ക് പുറത്ത് നിൽക്കാനാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങളെ അകത്ത് കിടത്തിക്കൊണ്ട് അവർ രക്ഷപ്പെടും. ഇത് എല്ലാവരും ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ്. Different angles. Don't forget to subscribe and support this channel.